വീഡിയോ പാരൻസിനുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ DGPക്ക് പരാതി നൽകി. എന്തിന്? ഓണപരീക്ഷയുടെ സമയത്ത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, പല ഓൺലൈൻ യൂട്യൂബ് ചാനൽസും ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പറയുന്നത് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ പാരൻസിനോട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൺവേ ചെയ്യരുതാ ഞാൻ എഴുതി വന്നിട്ടുണ്ട്, പോയിന്റ്സ് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ. അപ്പൊ ഞാൻ ചെറിയ സമയം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാം. നിങ്ങളുടെ കുട്ടികൾ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലൊക്കെയാണ് പഠിക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ തലേ ദിവസം യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് എന്തിനാണ്? സ്കൂളിൽ വിടുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. കുട്ടികൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എത്തണം, അതേപോലെ നല്ല വാല്യൂസ് ഉള്ളവരായിട്ട് മാറണം, നല്ല സോഷ്യലൈസേഷൻ അത്തരത്തിലുള്ള ഒരു സാമൂഹിക പ്രക്രിയയിൽ അവർ ഭാഗമാവണം എന്ന് തുടങ്ങി സ്കൂളിൽ നമ്മൾ വിടുന്നതിനും പ്രത്യക്ഷമായിട്ട് കുറെ ലക്ഷ്യങ്ങളുണ്ട്. സ്കൂളിൽ വിടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരീക്ഷ എന്നുള്ളതും മാർക്കുകൾ എന്നുള്ളതും. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും അതല്ലെങ്കിൽ കൊല്ലപ്പരീക്ഷയൊക്കെ ആകുമ്പോൾ പാരന്റ്സും കുട്ടികളൊക്കെ ഇത്രമേൽ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവുന്നതും ആ മാർക്കിന് വേണ്ടി അവർ അത്രത്തോളം മുന്നോട്ട് വരുന്നതും. എന്നാൽ ഈ മാർക്ക് നേടുക എന്നുള്ളതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ സോഷ്യലൈസേഷൻ ഒക്കെ സ്കൂളിൽ നടക്കേണ്ടതാണ്. അതേപോലെ വാല്യൂസ് ഒക്കെ വേറെ പല രീതിയിൽ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. ഈ പരീക്ഷയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കുട്ടികൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കാൻ ചെല്ലണം, അതേപോലെ അവർക്ക് നല്ലൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടണം, അവർക്ക് നന്നായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? അവർ ബോധ്യപ്പെടുത്തണം. അതേപോലെ തന്നെ അവർക്ക് നല്ല കരിയറുകൾ ഉണ്ടാവണം. ഇതെല്ലാമാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി പരീക്ഷ എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ആസ് ഓഫ് നോ നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളിൽ ചിലത്. പക്ഷേ ഈ ഒരു കാര്യത്തില് നമ്മൾ എത്രത്തോളം ജാഗരൂകരാണ്? ഈ പരീക്ഷയുടെ ലക്ഷ്യമായിട്ട് പാരന്റ്സ് അടക്കം ഇതന്നെയാണോ കാണുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളെ കുറിച്ച് പരാതി പറയാറുണ്ട്. എന്താ നമ്മുടെ പരാതി? കുട്ടികൾക്ക് ഒരു ലോങ് ടേം ഗോൾ ഇല്ല, അവർക്കൊരു ലക്ഷ്യമില്ല, അവർ പലപ്പോഴും ഒരു ഷോർട്ട് ടേം ഇതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് അറ്റൻഷൻ കുറവാണ്, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ നമ്മൾ കുട്ടികളെ കുറിച്ച് പരാതി പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിലോട്ട് അവരെ എയ്ഡ് ചെയ്യുന്നത് നമ്മൾ പാരന്റ്സ് തന്നെയല്ലേ? ഇപ്പോൾ എക്സാമിയുടെ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന പല കുട്ടികളുടെ പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്, ഈ ഒരു എക്സാം സമയം ആകുമ്പോൾ പരാതിയാണ്, ചെറുതൊന്നും പഠിക്കാൻ വയ്യ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് A+ വാങ്ങണം. അതേപോലെ എക്സാമിന്റെ 3-4 മാസം മുമ്പ് SSLC ഒക്കെ ആകുമ്പോൾ പാരന്റ്സ് ഇതൊക്കെ വിടും, എന്നിട്ട് പറയും നമുക്ക് A+ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ A+ വാങ്ങിയിട്ട് എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും പാരന്റ്സ് ചിന്തിക്കാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പാരന്റ്സിനെ അഡ്രസ് ചെയ്ത് പറയുന്നു എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഗോൾ കുട്ടികൾക്ക് പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ കുട്ടികളെ കുറിച്ച് പരാതി പറയുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം ഗോൾ ആണോ ലോങ് ടേം ഗോൾ ആണോ ഉള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ? ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് നേടുക അല്ലെങ്കിൽ പരീക്ഷകൾ നല്ല മാർക്ക് നേടുക എന്നുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് കുട്ടികൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ, അവനൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രശ്നം? ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും A+ കിട്ടുക എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ മാറിയിരുന്നു. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നടത്തം വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2007 ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 4 ലക്ഷം ആളുകളിൽ 4000 ആളുകൾക്കാണ് മുഴുവൻ A+ കിട്ടിയത്. അതായത് ഏകദേശം 1% താഴെ ആളുകൾക്ക് മാത്രം. എന്നാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം ഒരു 30,000-40,000 ആളുകൾക്ക് എന്ത് ചെയ്തു? മുഴുവൻ A+ കിട്ടി. എനിക്കൊന്ന് 30,000 സംതിങ് ആളുകൾക്ക് മുഴുവൻ A+ കിട്ടി എന്നുള്ളത്. അതിന് മുമ്പത്തെ വർഷം അത് 60,000-70,000 ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മളൊന്ന് പിന്നോട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ A+ എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? അതിനർഹതപ്പെട്ട ആളുകൾക്ക് ഓരോ വിഷയത്തിന് A+ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്ക് A+ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാവും, അതിൽ തർക്കമൊന്നുമില്ല, അതിൽ പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുട്ടികൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. എൻ്റെ അടുത്ത് പല കുട്ടികളും വരും, കുട്ടികൾ വന്നിട്ട് പറയും എനിക്ക് എന്തിന് പോകണം എന്നറിയില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റാണ് ഇഷ്ടം? എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്. ഓരോന്നിനും എത്ര മാർക്കുണ്ട്? എല്ലാത്തിലും A+ ആണ്. എല്ലാത്തിലും A+ ആയതുകൊണ്ട് എനിക്ക് എന്തിനാ പോകേണ്ടതെന്ന് അറിയില്ല. അതായത് ഞാൻ എവിടെയാണ് സ്ട്രോങ് എന്നുള്ളതോ ഞാൻ എവിടെയാണ് വീക്ക് എന്നുള്ളതോ കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലൊരു പരീക്ഷാ സമ്പ്രദായത്തിന്റെ കുഴപ്പമാണ്. അത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു റോങ് മെത്തഡോളജിയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള തലേ ദിവസമുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെ ഈ ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ബോധ്യം വരികയാണ്, എനിക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ തന്നെ കൂടുതൽ എനിക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തിനാ കൂടുതൽ എഫേർട്ട് ഇടുന്നത്? തലേ ദിവസം പഠിച്ചാൽ 2 ദിവസം മുമ്പ് ലൈവ് ക്ലാസ് കണ്ടാൽ എനിക്ക് A+ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് 1 വർഷം പഠിക്കുന്നത്? സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഉള്ളിലുള്ള ചിന്തയാണ്.
അപ്പോൾ ഇത് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആസ് പാരൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രം മതിയോ? ആ ഷോർട്ട് ടേം ഗോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചാൽ മതിയോ? നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ പ്രതിഭാധനരായിട്ടുള്ള ആളുകളാണ്. അവരെല്ലാവരും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ള ആളുകളാണ്. അവരുടേതായിട്ടുള്ള മേഖലകളിൽ തിളങ്ങാൻ കഴിവുള്ള ആളുകളാണ്. ആ തിളക്കം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ, അവരുടെ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ, അങ്ങനെ അവരെ നല്ലൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യം, ഫോർ എക്സാമ്പിൾ, അവന് എന്താ പറയുക, അവന് ഡിസൈനിലോട്ടാണ് പോകുന്നതെങ്കിൽ നീ NID അവിടെ എത്തണം, അല്ലെങ്കിൽ IIT BDS പ്രോഗ്രാം ഉണ്ട് അവിടെ പോകണം, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണെങ്കിൽ നീ ഒരു IIM പോകണം, അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിൽ ഒരു എയിംസിലോ ജിപ്മറിലോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കണം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒരു 10ാം ക്ലാസ്സുകാരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്സുകാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയുക മാത്രമല്ല, പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസെന്റീവ് നമ്മൾ അവന് നൽകിയിട്ടുണ്ടോ? അതല്ല നമ്മളും ഇപ്പോൾ A+, പെട്ടെന്ന് A+, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ ഈ ഷോർട്ട് ടേം തിങ്കിങ് കുട്ടികളുടെ മേലെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു ബാഡ് പാരന്റിങ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ, ഇപ്പൊ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുക. കാരണം നമുക്കും പലപ്പോഴും ക്ഷമ കുറവാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ, ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾ ഇന്ത്യയിലെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ മറ്റൊന്നും പലപ്പോഴും എത്തുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ A+ കിട്ടിയ, കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു 30,000, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് 70,000 ആളുകൾ, അതിൽ എത്ര ആളുകൾ ഇത്തവണ മേ ബി ഒരു നീറ്റ് പോലത്തെ ഒരു എക്സാമിൽ ഒരു ടോപ്പ് 10,000 വന്നിട്ടുണ്ടാവും? കേരളത്തിനെ വന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ A+ കിട്ടിയ ആളുകൾ പലരും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ JEE പരീക്ഷയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ JEE നീറ്റ് മാത്രമല്ല, ഇപ്പോൾ CUT അല്ലെങ്കിൽ NID, ഇപ്പോൾ ഇവരൊക്കെ അക്കാഡമിക്കിന് മികവുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷകൾ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുന്നിലെത്തി എത്ര ആളുകൾ ഉണ്ടാവും? ഇല്ല എന്നുള്ളതാണ്. ആ നമ്പേഴ്സ് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടെ എവിടേക്കോ അവർ വീണ് പോകുന്നുണ്ട്. ഞാൻ കണ്ടുള്ള പല മിടുക്കരായിട്ടുള്ള ആളുകളും വീണ് പോവാണ്. കാരണം 10th കഴിഞ്ഞിട്ട് +1 +2 ഇതിന്റെ 4-5 ഇരട്ടി പഠിക്കാനുണ്ട്. അവിടെയും ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടാൻ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്ത്യയെ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരീക്ഷയൊക്കെ എഴുതി ഏതാനും സീറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികളൊന്ന് നിവർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. A+ മാത്രം കിട്ടിയാൽ പോരാ, അവർക്ക് നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഓരോ വിഷയത്തിലും വേണം, അവർക്ക് നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, മോറോവർ അവർക്ക് ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യത്തിലോട്ട് വർക്ക് ചെയ്യാനുള്ള ക്ഷമ, പേഷ്യൻസ്, ഡിസിപ്ലിൻ, അച്ചടക്കം ഇത് അവർക്ക് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ എന്നുള്ളത് പലപ്പോഴും പാരൻസ് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലെ പല ഉദ്യോഗസ്ഥരും തന്നെ പറഞ്ഞു തുടങ്ങുകയാണെന്ത്, 10ാം ക്ലാസ്സുകാരുടെ A+ന് വിലയില്ല. അപ്പൊ വിലയില്ലാത്തൊരു A+കാരനാവാന്നതിനേക്കാളും നല്ല എന്താണെന്ത്, നമ്മുടെ കുട്ടി A+ കിട്ടട്ടെ, അവൻ നല്ല മാർക്ക് വാങ്ങട്ടെ, പക്ഷെ നമ്മൾ ഈ ഷോർട്ട് ടേം ഗെയിന്റെ പിന്നാലെ ഓടരുത്. ഈ ഒരു എക്സാം ആകുമ്പോൾ മാത്രം അതിനു വേണ്ടി പഠിക്കുക എന്നുള്ളൊരു ചിന്തയിലോട്ട് നമ്മൾ പാരൻസ് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും ഈ യൂട്യൂബ് ചാനലുകളും മറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താണ്, നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വരൂ, അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരൂ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാഭാവികമായിട്ടും അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതിൽ മേ ബി മാർക്കറ്റിംഗിൽ തെറ്റൊന്നുമില്ല. പലപ്പോഴും അൺഎത്തിക്കലായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതിൽ വീണുകൊണ്ട് നമ്മളും ഒരു ഷോർട്ട് ടേം ഗെയിന് ഇപ്പോൾ A+ അതാണ് ലക്ഷ്യം എന്നുള്ളത് വരുമ്പോൾ നമ്മൾ ആ ലോങ് ടേം ഗോൾ പലപ്പോഴും പാരൻസ് മറക്കും. ആ ഷോർട്ട് ടേം ഗോൾ ഇപ്പോൾ A+ ആ കുട്ടിക്ക് 10ൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ +1 എത്തുന്നത് എന്താ ആലോചിക്കുക, ആ സമയത്ത് അവന് പഠിച്ചാൽ മതിയല്ലോ. നമുക്ക് എന്താ തോന്നുക, അവന് മിടുക്കനാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു തോന്നലേ പറഞ്ഞ് 10ാം ക്ലാസ്സിന് മുഴുവൻ A+ കിട്ടി, അവൻ മിടുക്കനാ എന്നിട്ട് പറയും, എന്നോടൊക്കെ പറയും അവനിപ്പോൾ പഠിക്കണമെന്നില്ല, പക്ഷെ കുഴപ്പമില്ല, അവൻ ലാസ്റ്റ് ആകുമ്പോൾ പഠിച്ച് നേടിക്കോളും. ശരിയാണ്, അവൻ ലാസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, അവന് +1 +2 നല്ല മാർക്ക് കിട്ടും. എന്നാൽ അത് വിചാരിച്ച് വല്ല നീറ്റോ JEO CUT അല്ലെങ്കിൽ ഈ ഭാവിയിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു കേരള PS എഴുതുന്ന ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ തലേ ദിവസം 2 ദിവസമൊക്കെ പഠിച്ചാൽ കിട്ടുമോ? നമ്മളെന്താ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണോ? ഈ റോങ് മെസ്സേജ് പാരൻസിന്റെ സൈഡിൽ നിന്ന് പോരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ പ്രൈസ് ചെയ്യുന്നിടത്ത്, നമ്മുടെ കുട്ടികൾക്ക് ലോങ് ടേം ദിശാബോധം നൽകുന്നിടത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇതിലുണ്ടാവും. ഇതിട്ട് കണ്ടിട്ട് A+ കിട്ടിയാലോ, ഇത് കണ്ടില്ലെങ്കിൽ ആ ബിരിയാണി മിസ്സായാലോ എന്നുള്ള ചിന്ത, A+ മിസ്സായാലോ എന്നുള്ളൊരു ചിന്ത, ബിരിയാണി കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ കിട്ടിയാലോ എന്നൊക്കെയുള്ള ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കലി അവരെ ഗൈഡ് ചെയ്യണം. അതൊക്കെ കണ്ടോട്ടെ, തലേ ദിവസം ലൈവ് ക്ലാസ്സുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകരുടേതോ യൂട്യൂബ് ചാനലുകളുടേതൊക്കെ കാണട്ടെ, പക്ഷെ അതിന് മുമ്പുള്ള ഹാർഡ് വർക്ക് അവർക്ക് മിസ്സായി പോകുന്നില്ല എന്നുള്ളത് പാരൻസ് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്ന് അസസ് ചെയ്ത്, ഒരു പാരൻ്റാണ് ആ കുട്ടി അസസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അവൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി, അവൻ്റെ പേഴ്സണാലിറ്റിയും ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഓഷ്യൻ റിയാസ ടെസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കാം, ഞാൻ താഴെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അവനെ ഒരു വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ
പ്രേരിപ്പിക്കണം. ആ വലിയ സ്വപ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറാൻ അവർക്ക് സാധിക്കും. ആ ലക്ഷ്യങ്ങളുടെ കൂടെ, ആ ലക്ഷ്യങ്ങളിൽ എവിടെ എത്തണം, എങ്ങനെ എത്തണം എന്നുള്ളത് ആ വഴികളിലൂടെ കടന്നുപോയ ആളുകൾ പറയുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ അത്തരം ആളുകൾ ഉണ്ടാവും. അവരിൽ നിന്ന് ആ കുട്ടികളൊന്ന് കേൾക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ആ ഒരു ഹാർഡ് വേയിലൂടെ മാത്രമേ, സാക്രിഫൈസ് ചെയ്ത് മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അവർ തിരിച്ചറിയട്ടെ. അവിടെയാണ് നമ്മുടെ കുട്ടികളുടെ വിജയം കിടക്കുന്നത് എന്ന് ആസ് പാരൻസ് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്നുള്ളത് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എതിരഭിപ്രായങ്ങളും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.